ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അഫ്ര വ്ലോഗ്സ്. എല്ലാവർക്കും സ്വാഗതം. ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ അന്ന് വന്നിരിക്കുന്നത് ഒരു അടിപൊളി വീഡിയോ ആയിട്ടുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ വലിയ പെരുന്നാളാണ്. അപ്പൊ എല്ലാവർക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും വലിയ പെരുന്നാൾ ആശംസകൾ. അപ്പൊ നമ്മളിപ്പോ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്ട്. ഇപ്പൊ സമയം 1 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോഴാണ് റെഡി ആയത്. ഭക്ഷണം വെക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഇൻട്രൊഡക്ഷൻ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ രാവിലത്തെ ഇതൊക്കെ നമ്മൾ എന്തായാലും കാണിക്കുന്നതായിരിക്കും. രാവിലെ എടുക്കാൻ പറ്റാത്തതുകൊണ്ടായിരുന്നു. അപ്പൊ ഇതാ നമ്മൾ ഇനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ ഇതാണ് എന്റെ ഔട്ട്ഫിറ്റ്, ബ്ലാക്കും അതുപോലെ തന്നെ എന്താ പറയുക പാകിസ്ഥാൻ മോഡൽ ഡ്രസ്സാണ്, ഷോളാണ് കേട്ടോ അത്. അപ്പൊ അങ്ങനെ നമ്മളിനി ഫോട്ടോ എടുക്കാൻ വേണ്ടി പോവുകയാണ്. പിന്നെ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യാം. നേരെ വീഡിയോ. അപ്പോൾ ഇതാ ഉമ്മ രാവിലെ തന്നെ ഉമ്മാൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പത്തിരി പണി ഇതവിടെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പത്തിരിയും ചിക്കൻ കറിയാണ് കേട്ടോ. അപ്പോൾ ഉമ്മ അതവിടെ പത്തിരി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ എല്ലാ പെരുന്നാളിലും നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പത്തിരി തന്നെയാണ് കേട്ടോ. പത്തിരിയും ചിക്കൻ കറി അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ പിന്നെ അതവിടെ താത്ത പരിപ്പ് പായസത്തിനുള്ള പരിപ്പൊക്കെ അതവിടെ റോസ്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്ത് ചിക്കൻ കറി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരമായിട്ട് എണിക്കാൻ, ഇന്നലെ രാത്രി 2:30 ആയിട്ട് കിടന്ന് ഉറങ്ങുന്ന സമയത്ത് ഞങ്ങളെല്ലാവരും 2:30 ആയി. അപ്പോൾ അതുകൊണ്ട് എനിക്ക് എണിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനൊരു 6 മണിക്കാണ് കേട്ടോ ഞാൻ എണിച്ചത്. അപ്പോൾ അങ്ങനെ അതാ ഞാനിവിടെ എണിച്ചിട്ട് ഇഞ്ചിയും വെളുത്തുള്ളി ബിരിയാണിക്കുള്ളതൊക്കെ മറ്റേ പേസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഉമ്മ തേങ്ങ ചിരവുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലിസക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ തേങ്ങ. അപ്പോൾ അതുകൊണ്ട് അവൾ വന്നിട്ട് ഉമ്മ കുറച്ചിട്ട് കൊടുത്ത് അത് തിന്നിട്ട് പോവുകയാണ് കേട്ടോ. പിന്നെ അത് അവിടെ പരിപ്പ് പായസമൊക്കെ അത് അവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതവിടെ ചിക്കനും എല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇതാ കാച്ചാറിലേക്കുള്ള സംഭവം, പിന്നെ അവിടെ ഇതാ ബിരിയാണിക്കുള്ളതും. അപ്പൊ ഗായ്സ് ഇതാണ് ഇന്നലെ ഞാൻ ഇട്ട മൈലാഞ്ചി കേട്ടോ. താത്തിട്ടെന്നാണ്, ഇതില് മാത്രമാണ് ഇട്ടത് കേട്ടോ, വേറെ ഒന്നും ഇട്ടില്ല. പിന്നെ ഇത് വെറുതെ എൻ്റെ ഒരു ഇത് കേട്ടോ ഗായ്സ്. നമ്മള് പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ തേരാപ്പി എണീറ്റിട്ടുണ്ട്. ഈദ് മുബാരക്, ഈദ് മുബാരക്. ചിരിച്ചേ ചിരിച്ചേ ചിരിച്ചേ. ഓഫ് ഉറക്ക, ഓഫ് ഉറക്ക. അയ്യോ രാജാത്തിയെ പൊങ്ങിച്ചത് എപ്പോഴാണ് പൊങ്ങിയത്? എപ്പോഴാണ് പൊങ്ങിയത്? 2:30 ഉറങ്ങിയത് കള്ളനെ. അയ്യോ, ഇന്നലെ 2:30 ആയിട്ടാ കേസ് ഉറങ്ങുമ്പോ. ഞങ്ങൾ ഉറങ്ങുമ്പോഴാണ് ഉറങ്ങിയത്. ഹാപ്പി ബർത്ത്ഡേ. നീ താങ്ക് യു എന്താ പറയേണ്ടത്? ഇപ്പൊ ഗായ്സ് ഇന്ന് ആരുടെ ബർത്ത്ഡേ ആണ്? മുഹമ്മദിന്റെ ബർത്ത്ഡേ ആണ്. പള്ളി പോ നിക്കാണ്, മുടി നേരെ പള്ളി പോണല്ലേ? എന്തേ ഫ്രണ്ട്സ് വന്നാ? നിന്റെ ഫ്രണ്ട്സ് വരും പറഞ്ഞു. ആരൊക്കെയോ ശ്രീകുട്ടിയാ ആരൊക്കെയോ വരും പറഞ്ഞു. വരുവോ? ഹായ് ഗായ്സ്, അപ്പത്തെ നമ്മൾ ഇനി കുളിച്ച് റെഡിയാവാൻ വേണ്ടി പോവാണ്. നമ്മളെ പണികളൊക്കെ കഴിഞ്ഞു. ഇപ്പൊ സമയം 7:45 അപ്പൊ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ്. അപ്പൊ അവിടെ ഒരാള് ഉറക്കത്തിൽ നിന്നൊക്കെ അടിച്ചിട്ട് അവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പോയി ഫ്രഷ് ആയിട്ട് വരാം. ഗൈസ് ഇങ്ങനെ കെടുക്കണം തന്നെ തീരെ ഇഷ്ടമല്ല. കെടുത്തി അപ്പ വായിൽ കൈയിടും, അതാണ് പ്ലാൻ. അടി കിട്ടും, അടി കിട്ടും. അല്ല പശുനെ വേണ്ട വേണ്ട. ഗൈസ് അങ്ങനെ അതാ നമ്മള് റെഡി ആയിട്ടുണ്ട്. ഇവിടെ അതാ നമ്മളിനി അടുത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നിസ്കരിച്ചിട്ട് വേണം കേട്ടോ ഭക്ഷണം കഴിക്കാൻ. ഈ പെരുന്നാളിന് അങ്ങനെയാണ് ഉമ്മ കേട്ടോ പറഞ്ഞു തന്നത്. ഈ പെരുന്നാളിന് അങ്ങനെയാണ് നമ്മൾ ആദ്യം നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കട്ടോ. അപ്പം ഞാനിവിടെ റെഡിയായി. താത്തയും ഉമ്മയൊക്കെ അത് അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അതവിടെ വേറെ മോള് അവിടെ അതാ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇരിക്കും കേട്ടോ. അപ്പം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഗായ്സ് ഇതാ വേറെ മോള് നല്ല ഉറക്കമാണ് കേട്ടോ. ഒരു കണ്ണിലാണ് കൺവെൻഷൻ കിട്ടിക്കണം, അപ്പുറത്തെ കണ്ണിൽ ഇട്ടിട്ടില്ല കേട്ടോ. ആളെ ഉറങ്ങുമ്പോഴാണ് ഇടാൻ പറ്റുള്ളൂ, എണീച്ചാൽ ഇടാൻ പറ്റില്ല. അപ്പം ഇതാണ് ഡ്രസ്സ് കേട്ടോ. തേരാൻ്റെ ട്രൗസറും ഷർട്ടും.
അപ്പൊ ഗായ്സ് ഇത് നമ്മള് നിസ്കരിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പൊ ഇവിടെ അമ്മ താത്ത എല്ലാരും ഉണ്ട്. നമ്മൾ എന്തായാലും നിസ്കരിച്ചിട്ട് വരാം. അപ്പൊ ഗായ്സ് നമ്മളെല്ലാരും നിസ്കരിക്കാൻ വേണ്ടി നിക്കാണ് കേട്ടോ. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ ഗായ്സ് ഇന്ന് മുഹമ്മദിന്റെ ബർത്ത്ഡേ ആണ്. അപ്പൊ എന്റെ ഗിഫ്റ്റ് ഫ്രെയിം ആണ് കേട്ടോ ഗായ്സ്. അപ്പൊ എന്താണ് ഫ്രെയിം. ഓക്കെ. അപ്പൊ ഗായ്സ് നമ്മളിത് ഇനി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഇതാ ചിക്കൻ കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറി അതുപോലെ തന്നെ പത്തിരിയും പിന്നെ പാലും കേട്ടോ ഗായ്സ്. എന്തായാലും ഫുഡ് കഴിച്ചിട്ട് കാണാം. അപ്പൊ ഗായ്സ് ഇതാ പായസം ഉണ്ട്. എന്ത് പായസം? പരിപ്പ് പായസമോ? പരിപ്പ് പായസം ഉണ്ട് കേട്ടോ ഗായ്സ്. പരിപ്പ് പായസം ഇപ്പോഴാണ് കൊണ്ടുവച്ചത്. പിന്നെ അതാ അവിടെ ചായ. അപ്പൊ ഗായ്സ് നമ്മളിത് അവിടെ ഫുഡ് കഴിക്കാൻ പോവാണ്. താത്ത അമ്മ തെറാപ്പി. അപ്പൊ ഗായ്സ് ഇത് നമ്മളിപ്പോ ഇവിടെ കാച്ചാറ് വെച്ചുകൊണ്ടിരിക്കാണ് കേട്ടോ. ഞാനും താത്തയും കൂടിയിട്ട് ഞാൻ മിക്സ് ചെയ്യും. താത്ത ഓരോന്നൊക്കെ ഇതിലിട്ടിട്ട് ഞാൻ മിക്സ് ചെയ്യും കേട്ടോ. അതാണ് ഓക്കെ. അപ്പൊ നമ്മളവിടെ അമ്മ മറ്റേ ബിരിയാണി വെച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാണിച്ചു തരാമേ. അമ്മതാ അപ്പൊ ഇവിടെ സബോള വാട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഗായ്സ് ഇതാ അവിടെ ഫോട്ടോ എടുത്തോണ്ടിരിക്കാണ് കേട്ടോ ദേറാന്റെയും ഉമ്മാന്റെയും. അപ്പൊ താത്തയും ഞാനും ഒരേ ഔട്ട്ഫിറ്റാണ് കേട്ടോ. ഒരേപോലത്തെയാണ്. അപ്പൊ ഗായ്സ് നമ്മളിതാ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. ഇപ്പൊ സമയം 2 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോണ ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ സാലഡ് പിന്നെ കാച്ചാറും ഉണ്ട് കേട്ടോ. പിന്നെ അത് അതിൽ പൈനാപ്പിളും ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഫുഡ് കഴിക്കാം. നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ചിന്നത്താനെയും ചിന്നത്താൻ്റെ ഫാമിലിനെ ഒന്നും കാണുന്നില്ല എന്ന്. അപ്പോൾ അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവർ ഫുഡൊക്കെ കഴിച്ചിട്ട് അവർ പോയിട്ട് അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഉണ്ണിനെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ട് ഉണ്ണിനെ ഉമ്മ ഉറക്കി കിടത്തിയിട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഇല്ലെങ്കിൽ ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടുണ്ടാവില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അവർ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അവരിനൊന്നും കാണിക്കാൻ പറ്റാണ്ടായത്. അപ്പോൾ അതാ ഞാനും ഉമ്മയും അതുപോലെ തന്നെ താത്തയും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കാൻ കേട്ടോ. ബാക്കി എല്ലാവരും ഫുഡ് കഴിച്ചിട്ട് അവർ പോയിട്ടോ ഗൈസ്. അപ്പോൾ ഉമ്മ വെച്ച ദം ബിരിയാണിയാണ്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അതുപോലെ കാച്ചാറും പിന്നെ തൈര് ചട്നി അങ്ങനെ എല്ലാം കൂടി കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യലൊക്കെ വെച്ചെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി എന്തായാലും ഫുഡ് കഴിച്ചിട്ട് വരാം. ബൈ. അപ്പോൾ ഗായ്സ് ഇതാ നമ്മൾ കടയിൽ പോയിട്ടൊരു ജീരക സോഡയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് എപ്പോൾ ബിരിയാണി കഴിച്ചാലും നമ്മളിവിടെയുള്ളവർക്ക് ജീരക സോഡ മസ്റ്റാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതാ സോഡ മേടിച്ചിട്ടുണ്ട് നമ്മൾ കുടിക്കാൻ കേട്ടോ. ഇനി ഇതൊക്കെ കുടിച്ചിട്ട് വേണം കുറച്ച് നേരം ഒന്ന് കിടന്ന് ഉറങ്ങാൻ. ബിരിയാണി കഴിച്ചാൽ മപ്പിന് കുറച്ച് നേരം അങ്ങോട്ട് കിടന്ന് ഉറങ്ങിയിട്ട് ഒരു 4 മണി 5 മണിയാകുമ്പോൾ കാണാം കേട്ടോ ഗൈസ്. ബൈ. അപ്പോൾ ഗൈസ് എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും എന്താ പറയുക വ്ളോഗുകൾ അധികമായിട്ട് കാണുന്നില്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ടാവും. കുറേ പേര് ചോദിക്കാറുണ്ട് എൻ്റെ അടുത്ത്. ഫാമിലിയിലായാലും അങ്ങനെ കുറേ പേര് ചോദിക്കാറുണ്ട് എന്താ വ്ളോഗ് ഇടാത്തതെന്നൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് പറ്റിയൊരു കണ്ടന്റ് കിട്ടുന്നില്ല കേട്ടോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ വ്ളോഗൊന്നും അങ്ങനെ എടുക്കാത്തത്. നമുക്ക് വല്ല കണ്ടന്റുകളൊക്കെ ഇങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കമന്റ് ചെയ്യുക. എന്തെങ്കിലും ചാലഞ്ച് വേണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചോ അങ്ങനെ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ എന്തായാലും താഴെ കമന്റ് ചെയ്യുക. എന്തായാലും ഞാൻ ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കണ്ടന്റ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വ്ളോഗ് ഇടാത്തത് കേട്ടോ ഗൈസ്. അപ്പൊ അങ്ങനെതാ നമ്മുടെ വലിയ പെരുന്നാളും കഴിഞ്ഞിട്ടുണ്ട്. ചെറിയ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു വലിയ പെരുന്നാളാവാനായി എന്ന്. അപ്പം അത് അങ്ങനെ വലിയ പെരുന്നാളും കഴിഞ്ഞു. അപ്പോൾ ഒരു ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. വലിയതായിട്ടൊന്നുമില്ല, ഒരു നമ്മളെ പറ്റിയ ചെറിയൊരു സെലിബ്രേഷൻ ആയിരുന്നു. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.
പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ അവിടെ എങ്ങനെയൊക്കെ ആയിരുന്നു എന്നുള്ളത് താഴെ കമന്റ് ചെയ്യാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇപ്പൊ സമയം 10 മണി ആയിട്ടുണ്ട്, നമ്മൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പൊ ഇതായിരുന്നു ഇന്നത്തെ ഒരു വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്യുക. സൈനിങ് ഔട്ട് ഓഫ് ബൈ.